ഫ്ലാറ്റിന്റെ ആ കനത്തിരുട്ടിൽ സമയത്തിന്റെ സൂചികൾ പോലും നിശ്ചലമായതുപോലെ തോന്നി. റയാന്റെ വലിയ ശരീരം മേഘയുടെ മേലേക്ക് പതുക്കെ ചരിഞ്ഞു. അവന്റെ വയറ്റിലേക്ക് ആഞ്ഞു കയറിയ കത്തിയുടെ പിടിയിൽ മേഘയുടെ വിരലുകൾ ഇപ്പോഴും മുറുകിയിട്ടുണ്ടായിരുന്നു. അവളുടെ കയ്യിലേക്ക് റയാന്റെ ചുടുചോര ഇരച്ചു കയറി പടർന്നു. ആ ചോരയ്ക്ക് പ്രണയത്തിന്റെ മണമല്ലായിരുന്നു, മറിച്ച് വഞ്ചനയുടെയും അഹങ്കാരത്തിന്റെയും കയപ്പേറിയ ഗന്ധമായിരുന്നു. റയാൻ കനത്തൊരു നെടുവീർപ്പോടെ അവളുടെ തോളിലേക്ക് തല ചായ്ച്ചു. അവനൊട്ടും പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു ഇത്. തന്നെ കണ്ട് പേടിച്ചോടിയിരുന്ന, തന്റെ പ്രഹരങ്ങൾക്ക് മുന്നിൽ കരഞ്ഞു നിലവിളിച്ചിരുന്ന പെൺകുട്ടി തനിക്കെതിരെ കത്തി ഉയർത്തുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. മേഘ്ന, നീ നീ എന്നെ... റയാന്റെ ശബ്ദം തൊണ്ടയ്ക്കുള്ളിൽ വെച്ച് ഇടറിപ്പോയി. അവൻ പതുക്കെ പുറകോട്ട് മാറി. തറയിലേക്ക് വീണ് കിടന്ന ചുവന്ന റോസാപ്പൂവിനു മുകളിലേക്ക് അവന്റെ ചോര തുള്ളികളായി വീണുകൊണ്ടിരുന്നു. മേഘന കത്തി പുറത്തേക്ക് വലിച്ചൂരി. അവളുടെ മുഖത്തും വസ്ത്രങ്ങളിലും ചോര തെറിച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ കണ്ണുകളിൽ ദയയുടെ ഒരു കണിക പോലും ഉണ്ടായിരുന്നില്ല. കുട്ടിക്കാലത്ത് അമ്മയോർത്ത് കരഞ്ഞ പെൺകുട്ടിയല്ല അവളിപ്പോൾ. സ്വന്തം സുരക്ഷിതത്വത്തിനും താൻ സ്നേഹിക്കുന്ന പുരുഷന്റെ ജീവനും വേണ്ടി ആയുധമെടുത്ത ഒരു വേട്ടക്കാരിയായിരുന്നു അവൾ. നിന്റെ കളി ഇവിടെ തീർന്നു റയാൻ. മേഘന കത്തിയുമായി അവന് മുന്നിൽ ഉറച്ചു നിന്നു. നിയമം കൊണ്ട് നിന്നെ തളയ്ക്കാൻ കഴിയില്ലെന്ന് നീ എന്നോട് പറഞ്ഞില്ലേ? പണം കൊണ്ട് നീ പോലീസിനെ വിലക്കെടുത്തു. അതുകൊണ്ട് നിന്റെ ഭാഷയിൽ തന്നെ നിനക്ക് മറുപടി നൽകാൻ ഞാൻ തീരുമാനിച്ചു. ഇതാണെൻ്റെ അവസാനത്തെ മറുപടി. റയാൻ വയറിൽ കൈ അമർത്തിപ്പിടിച്ച് പതുക്കെ സോഫയിലേക്കിരുന്നു. അവൻ്റെ വിരലുകൾക്കിടയിലൂടെ ചോര ഒലിച്ചിറങ്ങി. തറയിൽ വലിയൊരു കുളമായി മാറി. ആ കനത്ത വേദനയ്ക്കിടയിലും അവൻ പതുക്കെ ചിരിക്കാൻ ശ്രമിച്ചു. ഒരു ഭ്രാന്തൻ ചിരി. മേഘ്ന, നീ എന്നെ വിചാരിച്ചതിലും കൂടുതൽ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. റയാൻ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടിക്കൊണ്ട് പറഞ്ഞു. പക്ഷേ നീ ഒന്നും മറക്കരുത്, ഞാനൊരു സർജനാണ്. ഈ കത്തി എവിടെയാണ് കയറിയതെന്നും ഇതെൻ്റെ ജീവനെടുക്കാൻ തക്കമുള്ളതാണോ എന്നും എനിക്ക് കൃത്യമായി അറിയാം. നീ എന്നെ കൊന്നിട്ടില്ല മേഘ്ന, നീ എന്നെ വെറുതെ നോവിച്ചതേയുള്ളൂ. അവൻ പറഞ്ഞത് ശരിയായിരുന്നു. കടുത്ത പരിഭ്രാന്തിയിലും ദേഷ്യത്തിലും കുത്തിയതുകൊണ്ട് കത്തി റയാന്റെ മാരകമായ അവയവങ്ങളിലല്ല പതിച്ചത്. അവന്റെ നെറ്റിയിൽ നിന്നും കനത്ത വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു. അവൻ പതുക്കെ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തു. നീ നീ ആരെ വിളിക്കുന്നത്? മേഘ്ന ഭയത്തോടെ ഒരു ചൂട് മുന്നോട്ട് വെച്ചു. ഞാൻ പോലീസിനെയോ ആംബുലൻസിനെയോ വിളിക്കില്ല മേഘ്ന, റയാൻ പരുക്കൻ ശബ്ദത്തിൽ പറഞ്ഞു. അവൻ്റെ കണ്ണുകളിൽ ഇപ്പോൾ പ്രതികാരമല്ല, പകരം തോറ്റുപോകുന്ന ഒരു കാമുകന്റെ കടുത്ത നിരാശയായിരുന്നു. എൻ്റെ സ്വന്തം കാമുകി എന്നെ കുത്തിയെന്ന് ലോകമറിയുന്നത് ഈ റയാൻ്റെ ഈഗോയ്ക്ക് സഹിക്കില്ല. ഞാൻ എൻ്റെ പേഴ്സണൽ ഡ്രൈവറെയാണ് വിളിക്കുന്നത്. അവൻ വന്ന് എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചോളും. പക്ഷേ ഒന്ന് മാത്രം ഓർക്കുക, നീ ഇന്ന് എന്നെ ജയിച്ചു. എൻ്റെ അഹങ്കാരത്തെ നീ ഈ കത്തി കൊണ്ട് മുറിച്ചു കളഞ്ഞു. റയാൻ ഫോൺ ചെയ്ത് ഡ്രൈവറോട് വരാൻ പറഞ്ഞു. അവൻ പതുക്കെ എഴുന്നേറ്റ് വാതിലിനടുത്തേക്ക് നടന്നു. നടക്കുമ്പോൾ അവൻ തറയിൽ ചോരപ്പാടുകൾ അവശേഷിപ്പിക്കുന്നുണ്ടായിരുന്നു. വാതിൽ തുറന്ന് പുറത്തേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പ് അവൻ തിരിഞ്ഞു നോക്കി. ഇനി ഞാൻ നിന്റെ ജീവിതത്തിലേക്ക് വരില്ല മേഘ്ന. നിന്റെ ഉള്ളിലെ ഈ രൂപത്തെ കാണാനല്ല ഞാൻ ആഗ്രഹിച്ചത്. എൻ്റെ പഴയ ശാന്തയായ മേഘനയാണ് ഞാൻ സ്നേഹിച്ചത്. നീ അവളെ കൊന്നുകളഞ്ഞു. വിട. റയാൻ പതുക്കെ ഫ്ലാറ്റിൽ നിന്നും ഇറങ്ങിപ്പോയി. വാതിൽ പതുക്കെ അടഞ്ഞു. റയാൻ പോയതിനു ശേഷം മേഘന കയ്യിലിരുന്ന കത്തി തറയിലേക്കിട്ടു. അവൾ തളർച്ചയോടെ നിലത്തിരുന്നു. ഹാൾ മുഴുവൻ നിശബ്ദതയായിരുന്നു. ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ കനത്ത മഴ വീണ്ടും പെയ്യാൻ തുടങ്ങിയത് അവൾ കണ്ടു. അവൾ തൻ്റെ കൈകളിലെ ചോര നോക്കി. ഈ ചോര അവളെ ഒരു കുറ്റവാളിയാക്കുമോ അതോ സ്വാതന്ത്ര്യത്തിൻ്റെ പുതിയൊരു അവകാശത്തിലേക്ക് നയിക്കുമോ? അവൾ ഒട്ടും സമയം കളയാതെ ബാത്റൂമിൽ ചെന്ന് ശരീരം മുഴുവൻ കഴുകി വൃത്തിയാക്കി. ചോര പുരണ്ട വസ്ത്രങ്ങളും കത്തിയും ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി ഒളിപ്പിച്ചു. തുടർന്ന് ഫ്ലാറ്റിലെ ചോരപ്പാടുകളെല്ലാം ക്ലീനിങ് ലിക്വിഡ് ഉപയോഗിച്ച് തുടച്ചു മാറ്റി. നേരം പുലരുമ്പോഴേക്കും ആ ഫ്ലാറ്റിൽ ഒരു തെളിവും ബാക്കിയുണ്ടായിരുന്നില്ല.
രാവിലെ 8 മണിയായപ്പോൾ മേഘ്ന വീണ്ടും ദേവിന്റെ ഹോസ്പിറ്റൽ മുറിയിലെത്തി. ദേവ് അപ്പോഴും ഉറക്കത്തിലായിരുന്നു. അവൾ അവൻ്റെ അരികിലിരുന്ന കസാരയിൽ ചെന്നിരുന്നു. അവളുടെ മുഖത്ത് വലിയൊരു സമാധാനമുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ദേവ് പതുക്കെ കണ്ണുകൾ തുറന്നു. മേഘ്നയെ കണ്ടതും അവൻ്റെ മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു. മേഘ്ന, നീ എപ്പോ വന്നു? രാത്രി ഉറങ്ങിയില്ലേ? നിന്റെ കണ്ണുകളൊക്കെ ചുവന്നിരിക്കുന്നല്ലോ. ദേവ് ചോദിച്ചു. ഞാൻ നന്നായി ഉറങ്ങി ദേവ്. മാസങ്ങൾക്ക് ശേഷം ഞാൻ സമാധാനത്തോടെ ഉറങ്ങിയ രാത്രിയായിരുന്നു ഇന്നലത്തേത്. മേഘ്ന അവൻ്റെ കൈകൾ തൻ്റെ കൈകൾക്കുള്ളിലാക്കി അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്തെങ്കിലും പ്രശ്നമുണ്ടായോ മേഘ്ന? റയാൻ അവൻ നിന്നെ വിളിച്ചോ? ദേവ് ഉത്കണ്ഠയോടെ ചോദിച്ചു. ഇല്ല ദേവ്, അവനിനി നമ്മളെ ശല്യം ചെയ്യില്ല. അവൻ ഈ നഗരം വിട്ടുപോയി. ഇനി ഒരിക്കലും അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല. അതെനിക്ക് ഉറപ്പാണ്. മേഘ്ന വളരെ ദൃഢമായ ശബ്ദത്തിൽ പറഞ്ഞു. ദേവിന് അവളുടെ വാക്കുകളുടെ ആഴം പൂർണ്ണമായി മനസ്സിലായില്ലെങ്കിലും റയാൻ എന്ന ഭീഷണി ഒഴിഞ്ഞു എന്നറിഞ്ഞപ്പോൾ അവൻ വലിയൊരു ആശ്വാസത്തോടെ ശ്വാസം വിട്ടു. ദിവസങ്ങൾ ആഴ്ചകൾക്ക് വഴിമാറി. റയാനെക്കുറിച്ച് പിന്നീട് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. അവൻ തൻ്റെ വലിയ വില്ല വിറ്റ് വിദേശത്തേക്ക് ചികിത്സയ്ക്കായി പോയെന്ന് കഫേയിലെ ചില സ്ഥിരം കസ്റ്റമേഴ്സ് വഴി മേഘ്ന അറിഞ്ഞു. അവൾ ചെയ്ത ആ ഒരു പ്രവൃത്തി റയാൻ്റെ ഉള്ളിലെ ആ വന്യമൃഗത്തെ എക്കാലത്തേക്കുമായി തളച്ചിട്ടിരുന്നു. അവന് നിയമത്തെ പേടിയില്ലായിരുന്നു, പക്ഷേ മരണത്തെയും തോൽവിയെയും അവൻ ഭയന്നിരുന്നു. ദേവ് പതുക്കെ സുഖം പ്രാപിച്ചു തുടങ്ങി. അവൻ ക്രച്ചേഴ്സിന്റെ സഹായത്തോടെ പതുക്കെ നടക്കാൻ പഠിച്ചു. ആ സമയം അത്രയും മേഘ്ന അവന് താങ്ങായി കൂടെ ഉണ്ടായിരുന്നു. 3 മാസങ്ങൾക്ക് ശേഷം ദേവിന്റെ കാലിലെ ബാൻഡേജുകൾ പൂർണ്ണമായും മാറ്റി. അവൻ സ്വന്തം കാലിൽ നടക്കാൻ പ്രാപ്തനായി. കഫേ വീണ്ടും ജനപീഠമായി മാറി. ഒരു വൈകുന്നേരം കഫേയുടെ മനോഹരമായ ടെറസിൽ വെച്ച് ദേവ് മേഘ്നയ്ക്ക് മുന്നിൽ വീണ്ടും മുട്ടുകുത്തിയിരുന്നു. ഇത്തവണ അവൻ്റെ കയ്യിൽ ഒരു ചെറിയ ചുവന്ന ബോക്സ് ഉണ്ടായിരുന്നു. അതിനുള്ളിൽ തിളങ്ങുന്ന ഒരു സ്വർണ്ണമോതിരവും ഉണ്ടായിരുന്നു. മേഘ്ന, കനത്ത കാറ്റും കൊടുങ്കാറ്റും എല്ലാം കഴിഞ്ഞു. ഇനി നമ്മുടെ വസന്തമാണ്. നീ എൻ്റെ കൂടെ ജീവിക്കാൻ തയ്യാറാണോ? എൻ്റെ ജീവിതത്തിൻ്റെ പാതിയാകാൻ സമ്മതമാണോ? ദേവ് അതീവ പ്രണയത്തോടെ അവിടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. മേഘയുടെ കണ്ണുകളിൽ നിന്നും ആനന്ദാശ്രുക്കൾ പൊടിഞ്ഞു. അവൾ ഒട്ടും ആലോചിച്ചില്ല. തൻ്റെ വലതുകൈ അവന് നേരെ നീട്ടി. ദേവ മോതിരം അവളുടെ വിരലിൽ അണിയിച്ചു. അവർ പരസ്പരം മുറുകെ കെട്ടിപ്പിടിച്ചു. ആ കെട്ടിപ്പിടുത്തത്തിൽ ഭയത്തിൻ്റെ നേർത്ത നിഴൽ പോലും ഉണ്ടായിരുന്നില്ല. പ്രണയമെന്ന് പറഞ്ഞാൽ പങ്കാളിയെ കീഴടക്കലോ വേദനിപ്പിക്കലോ അല്ല, മറിച്ച് അവർക്ക് സുരക്ഷിതത്വത്തിൻ്റെ ഒരു വലിയ ആകാശം ഒരുക്കിക്കൊടുക്കലാണെന്ന് മേഘന തൻ്റെ ജീവിതത്തിലൂടെ പഠിക്കുകയായിരുന്നു. റയാന്റെ ആ കറുത്ത അധ്യായം പൂർണ്ണമായും അടഞ്ഞു. മേഘ്നയും ദേവും പുതിയൊരു ജീവിതത്തിലേക്ക് സന്തോഷത്തോടെ ചുവടുവെച്ചു. നഗരത്തിലെ ഒരു ചെറിയ ഓഡിറ്റോറിയം അന്ന് മനോഹരമായ വെളുത്ത ലില്ലിപ്പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. വലുപ്പമേറിയ ആഡംബരങ്ങളൊന്നുമില്ലെങ്കിലും അവിടെ ഉണ്ടായിരുന്ന ഓരോ മനുഷ്യരുടെയും മുഖത്ത് നിറഞ്ഞ പുഞ്ചിരി ഉണ്ടായിരുന്നു. ദേവിൻ്റെ മാതാപിതാക്കളുടെ പൂർണ്ണമായ അനുഗ്രഹത്തോടെ മേഘ്നയുടെയും ദേവിൻ്റെയും വിവാഹം അന്ന് നടക്കുകയായിരുന്നു. കേരളീയ തനിമയുള്ള കസവ് സാരിയും മുല്ലപ്പൂവും അണിഞ്ഞ് കഴുത്തിൽ ദേവ് ചാർത്താൻ പോകുന്ന ആ താലിമാലയും നോക്കി മേഘ്ന മണ്ഡപത്തിലിരുന്നു. അവളുടെ കണ്ണുകളിൽ പഴയ ഭയത്തിൻ്റെ കനലുകളില്ലായിരുന്നു. പകരം തൻ്റെ ജീവിതത്തെ പ്രകാശത്തിലേക്ക് നയിച്ച പുരുഷനോടുള്ള അറ്റമില്ലാത്ത പ്രണയം മാത്രമാണ് ഉണ്ടായിരുന്നത്. നാദസ്വരത്തിൻ്റെ അകമ്പടിയോടെ ദേവ് അവളുടെ കഴുത്തിൽ താലി ചാർത്തി. അവൻ അവളുടെ സിന്ദൂരരേഖയിൽ സിന്ദൂരം അണിയിക്കുമ്പോൾ മേഘയുടെ കണ്ണുകൾ അറിയാതെ ഈറനണിഞ്ഞു. അഗ്നിയെ സാക്ഷിയാക്കി നിർത്തി എല്ലാവരുടെയും അനുഗ്രഹത്തോടെ അവൾ ദേവിൻ്റെ സ്വന്തമായി മാറി. കല്യാണത്തിന് ശേഷമുള്ള ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് അവർ വൈകുന്നേരത്തോടെ ദേവിൻ്റെ കുടുംബ വീട്ടിലേക്ക് എത്തിച്ചേർന്നു. രാത്രി 10 മണി കഴിഞ്ഞിരുന്നു. ദേവിൻ്റെ വീടിൻ്റെ മുകളിലത്തെ നിലയിലുള്ള വലിയ കിടപ്പുമുറി അന്ന് അതീവ മനോഹരമായി ഒരുക്കിയിരുന്നു. കട്ടിലിന് ചുറ്റും തൂക്കിയിട്ട നേർത്ത വെളുത്ത നെറ്റുവിരിപ്പുകൾ, മുറിയിലാകെ പരന്ന മുല്ലപ്പൂക്കളുടെ സുഗന്ധം, മേശപ്പുറത്ത് നേർത്ത വെളിച്ചം പരത്തുന്ന വിളക്കുകൾ എല്ലാം ഒരു പുതിയ തുടക്കത്തിൻ്റെ സൂചനയായിരുന്നു. മേഘന കട്ടിലിൻ്റെ ഒരു കോണിലിരിക്കുകയായിരുന്നു. അവൾ ഇപ്പോഴും ആ മന്ത്രകോടി സാരി തന്നെയാണ് ധരിച്ചിരുന്നത്.
അവളുടെ ഹൃദയം വേഗത്തിൽ ഇടിക്കുന്നുണ്ടായിരുന്നു. മുൻപ് റയാനൊപ്പം ചിലവഴിച്ച രാത്രികളുടെ കറുത്ത ഓർമ്മകൾ അവളുടെ മനസ്സിലേക്ക് ഒരു നിമിഷം കടന്നു വന്നു. റയാൻ അവളെ സ്പർശിച്ചിരുന്നത് ഒരു വേട്ടക്കാരനെ പോലെയായിരുന്നു. അവളുടെ അനുവാദമില്ലാതെ കടുത്ത അധികാരത്തോടെയുള്ള പ്രഹരങ്ങളും കാമവും മാത്രമായിരുന്നു അത്. ആ ഓർമ്മകളിൽ അവൾ അറിയാതെ ഒന്ന് വിറച്ചു. പെട്ടെന്നാണ് മുറിയുടെ വാതിൽ പതുക്കെ തുറക്കപ്പെട്ടത്. ദേവ് അകത്തേക്ക് കടന്നു വന്നു. ലളിതമായൊരു കുർത്തയും മുണ്ടുമായിരുന്നു അവൻ്റെ വേഷം. വാതിൽ പതുക്കെ ലോക്ക് ചെയ്ത ശേഷം അവൻ മേഘനയുടെ അടുത്തേക്ക് നടന്നു വന്നു. അവളുടെ മുഖത്തെ നേരിയ പരിഭ്രമം അവൻ ശ്രദ്ധിച്ചിരുന്നു. ദേവ് പതുക്കെ അവിടെ അരികിലിരുന്നു. അവൻ കയ്യിലുണ്ടായിരുന്ന പാലിൻ്റെ ഗ്ലാസ് മേശപ്പുറത്ത് വെച്ചു. തുടർന്ന് അവൻ അവളുടെ വിറയ്ക്കുന്ന കൈകൾ തൻ്റെ കൈകൾക്കുള്ളിലാക്കി. മേഘ്ന. ദേവിൻ്റെ ശബ്ദം പട്ടുപോലെ മൃദുവായിരുന്നു. നീ എന്താ ഇത്രയും പേടിക്കുന്നത്? ഞാൻ നിന്റെ ദേവാണ്. നിന്റെ അനുവാദമില്ലാതെ, നിന്റെ മനസ്സ് പൂർണ്ണമായും ആഗ്രഹിക്കാതെ ഞാൻ നിന്റെ നിഴലിൽ പോലും തൊടില്ല. ദേവിൻ്റെ ആ വാക്കുകൾ മേഘനയുടെ ഉള്ളിലെ ഭയത്തിൻ്റെ കോട്ടകളെ തകർത്ത് കളഞ്ഞു. അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു. റയാനിൽ നിന്നും അവൾക്കൊരിക്കലും ലഭിക്കാത്തത് ഈ ബഹുമാനമായിരുന്നു. എനിക്ക് ഭയമില്ല ദേവ്. നിന്റെ കൂടെ ഇരിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സുരക്ഷിതത്വമാണ് തോന്നുന്നത്, അവൾ ആർദ്രമായി പറഞ്ഞു. ദേവ് പതുക്കെ അവളുടെ മുഖത്തേക്ക് അടുത്തു. അവൻ തൻ്റെ നീളമുള്ള വിരലുകൾ കൊണ്ട് അവളെ കവളിൽ പതുക്കെ തലോടി. ആ സ്പർശം അത്രമേൽ ആർദ്രമായിരുന്നു. അവനോളെ നെറ്റിയിലെ ആ പഴയ മുറിപ്പാടിലേക്ക് പതുക്കെ ചുണ്ടുകൾ ചേർത്തു. പിന്നീട് അവളുടെ കണ്ണുകളിലും കവിളിലും അവൻ പ്രണയത്തിൻ്റെ ചുംബനങ്ങൾ കൊണ്ട് മൂടി. മേഘനയുടെ ശരീരത്തിലൂടെ ഒരു പുതിയ ഊർജം പാഞ്ഞുപോയി. അവൾ പതുക്കെ കൈകളുയർത്തി ദേവിൻ്റെ തോളിലൂടെ ചുറ്റി അവനെ തന്നിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. ഇത്തവണ അവൾ സ്വയം സമർപ്പിക്കുകയായിരുന്നു. ദേവ് പതുക്കെ അവളുടെ മന്ത്രകോടിയുടെ മുന്താണി തോളിൽ നിന്നും മാറ്റി. അവളുടെ കഴുത്തിൻ്റെ പിൻഭാഗത്ത് അവൻ്റെ ചൂടുള്ള ശ്വാസം പതിച്ചപ്പോൾ മേഘന കണ്ണുകൾ ഇറുക്കി അടച്ചു. അവൻ അവളുടെ കഴുത്തിൽ പതുക്കെ ചുംബിക്കാൻ തുടങ്ങി. അവളുടെ ചർമ്മത്തിലെ ഓരോ ഭാഗവും ദേവിൻ്റെ സ്പർശനത്താൽ ഉണരുകയായിരുന്നു. കേവലം ഒരു പുരുഷന്റെ കാമമായിരുന്നില്ല അവിടെ പ്രകടമായത്, മറിച്ച് രണ്ട് ആത്മാക്കളുടെ പ്രണയമായിരുന്നു. മേഘന പതുക്കെ ദേവിൻ്റെ കുർത്തയുടെ ബട്ടണുകൾ ഓരോന്നായി അഴിച്ചു മാറ്റി. അവൻ്റെ ചുവന്ന തടിച്ച നെഞ്ചിലേക്ക് അവൾ കൈകൾ വെച്ചു. ദേവിൻ്റെ ഹൃദയമിടിപ്പ് വളരെ വേഗത്തിലായിരുന്നു. ആ ഇടിപ്പ് അവൾക്ക് വേണ്ടിയുള്ളതാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അവർ രണ്ടുപേരും ഒരുപോലെ ആ പ്രണയ നിമിഷങ്ങളെ ആസ്വദിക്കുകയായിരുന്നു. ദേവ് അവളുടെ ചുണ്ടുകളെ തൻ്റെ അധരങ്ങൾക്കുള്ളിലാക്കി. അതീവ ആഴത്തിലുള്ള ദീർഘമായ ഒരു ചുംബനം. ആ ചുംബനത്തിൽ കാമത്തെക്കാളേറെ പ്രണയത്തിൻ്റെ മധുരമായിരുന്നു. മേഘന ദേവിൻ്റെ തലമുടിയിലൂടെ കൈകളോടിച്ച് അവനെ തന്നിലേക്ക് കൂടുതൽ മുറുക്കി ചേർത്ത് പിടിച്ചു. അവർ പതുക്കെ ആ വലിയ കട്ടിലേക്ക് കിടന്നു. മുറിയിലെ മങ്ങിയ വെളിച്ചത്തിൽ അവരുടെ നിഴലുകൾ ഒന്നായി മാറി. ഓരോ സ്പർശനത്തിലും ഓരോ ചലനത്തിലും പരസ്പരമുള്ള തൃപ്തിയും ആനന്ദവും മാത്രമാണ് ഉണ്ടായിരുന്നത്. റയാനുമായുള്ള ബന്ധം അവളെ മാനസികമായി തളർത്തിയെങ്കിൽ ദേവുമായുള്ള ഈ ശാരീരിക ബന്ധം അവളുടെ ഉള്ളിലെ സ്ത്രീയെ പൂർണ്ണമായും ഉണർത്തുകയും അവളെ അത്യധികം സന്തോഷവതിയാക്കുകയും ചെയ്തു. അവർ രണ്ടുപേരും ഒരേ ലയത്തോടെ ഒരേ ആഗ്രഹത്തോടെ ആ രാത്രിയിൽ ഒന്നായിത്തീർന്നു. പ്രണയത്തിൻ്റെ പരകോടിയിൽ അവർക്ക് രണ്ടുപേർക്കും കടുത്ത തൃപ്തിയും സമാധാനവും ലഭിച്ചു. പിറ്റേന്ന് രാവിലെ ജനൽ വിരിപ്പുകൾക്കിടയിലൂടെ പ്രഭാതസൂര്യൻ്റെ നേർത്ത വെളിച്ചം മുറിക്കുള്ളിലേക്ക് അരിച്ചെത്തി. മേഘന പതുക്കെ കണ്ണുകൾ തുറന്നു. ദേവ് അവളുടെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു. അവൻ ഉണർന്ന് അവളെ തന്നെ നോക്കി കിടക്കുകയായിരുന്നു. അവൻ്റെ കണ്ണുകളിൽ വലിയൊരു സന്തുഷ്ടി പ്രകടമായിരുന്നു. മേഘന പതുക്കെ പുഞ്ചിരിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് തലചായ്ച്ചു. ദേവ് അവളുടെ തോളിലൂടെ കൈകൾ ചുറ്റി അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ഗുഡ് മോർണിംഗ് മൈ വൈഫ്, ദേവ് അവളുടെ തലയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. ഗുഡ് മോർണിംഗ് ദേവ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും സന്തോഷിച്ച ഒരു രാത്രി ഉണ്ടായിട്ടില്ല. പ്രണയത്തിന് ഇത്രയും സമാധാനം നൽകാൻ കഴിയുമെന്ന് ഞാൻ ഇന്നാണ് അറിയുന്നത്. മേഘന അവൻ്റെ നെഞ്ചിൽ വിരലുകൾ വരച്ചുകൊണ്ട് പറഞ്ഞു. ഇത് തുടക്കം മാത്രമാണ് മേഘന. നമ്മുടെ ജീവിതം ഇനി എന്നും ഇതുപോലെ സന്തോഷമുള്ളതായിരിക്കും, ദേവ് ഉറപ്പിച്ചു പറഞ്ഞു.
അവർ പ്രഭാതത്തിൻ്റെ ആ സുന്ദരമായ നിമിഷങ്ങളിൽ വീണ്ടും പ്രണയത്തിൽ മുഴുകി. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് കറുത്തോർമ്മകളെല്ലാം മായ്ച്ചു കളഞ്ഞ് അവർ ഒരു പുതിയ ജീവിതത്തിലേക്ക് ചുവടുവെച്ച് കഴിഞ്ഞിരുന്നു. ആദ്യ രാത്രിയുടെ സുന്ദരമായ ഓർമ്മകൾ വായുവിൽ അലിഞ്ഞുചേർന്ന ആ പ്രഭാതത്തിന് ശേഷവും മേഘനയുടെയും ദേവിൻ്റെയും പ്രണയത്തിൻ്റെ തീവ്രത ഒട്ടും കുറഞ്ഞിരുന്നില്ല. മറിച്ച് ഓരോ ദിവസം കടന്നു പോകുന്തോറും അവർക്കിടയിലെ വൈകാരികവും ശാരീരികവുമായ അടുപ്പം കൂടുതൽ ആഴമേറിയതാവുകയായിരുന്നു. റയാൻ തന്റെ കറുത്ത ഓർമ്മകളുടെ അവസാന നിഴലും മേഘയുടെ മനസ്സിൽ നിന്നും പൂർണ്ണമായും മാഞ്ഞുപോയിരുന്നു. കല്യാണം കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷം അവർ തങ്ങളുടെ സ്വന്തം ഫ്ലാറ്റിലേക്ക് മടങ്ങിയെത്തി. ഒരു കാലത്ത് ഭയത്തിൻ്റെ കനലുകൾ എരിഞ്ഞിരുന്ന ആ ഫ്ലാറ്റ് ഇപ്പോൾ ദേവിൻ്റെ സാന്നിധ്യം കൊണ്ട് ഒരു പ്രണയ കൂടാരമായി മാറിക്കഴിഞ്ഞിരുന്നു. അന്ന് കനത്ത മഴയുള്ള രാത്രിയായിരുന്നു. കഫേയിലെ തിരക്കുകളെല്ലാം നേരത്തെ അവസാനിപ്പിച്ച് അവർ ഫ്ലാറ്റിലേക്ക് എത്തിയിരുന്നു. ജനാലയ്ക്കൽ പുറത്ത് മഴത്തുള്ളികൾ ഗ്ലാസ്സിൽ വന്നടിക്കുന്ന ശബ്ദം മാത്രം കേൾക്കാം. ഹാളിലെ ലൈറ്റുകളെല്ലാം അണച്ച് ഒരു ചെറിയ ടേബിൾ ലാമ്പിൻ്റെ നേർത്ത മഞ്ഞ വെളിച്ചം മാത്രമാണ് അവർ ബാക്കി വെച്ചിരുന്നത്. ദേവ് സോഫയിലിരുന്ന് ലാപ്ടോപ്പിൽ എന്തോ നോക്കുകയായിരുന്നു. മേഘ്ന അടുക്കളയിൽ നിന്നും 2 കപ്പ് ചൂട് കാപ്പിയുമായി ഹാളിലേക്ക് വന്നു. അവളൊരു നേരത്തെ കറുത്ത സിൽക്ക് നൈറ്റ് വെയർ ആയിരുന്നു ധരിച്ചിരുന്നത്. അവളുടെ നനഞ്ഞ മുടിയിൽ നിന്നും വെള്ളത്തുള്ളികൾ തോളിലേക്ക് വീഴുന്നുണ്ടായിരുന്നു. അവൾ പതുക്കെ വന്ന് ദേവിൻ്റെ മടിയിലേക്ക് കാപ്പി ഗ്ലാസ് വെച്ച ശേഷം അവൻ്റെ തൊട്ടരികിലേക്ക് ഇരുന്നു. ദേവ് ലാപ്ടോപ്പ് മാറ്റിവെച്ച് മേഘനയെ നോക്കി. ആ മങ്ങിയ വെളിച്ചത്തിൽ അവൾ അതീവ സുന്ദരിയായിരുന്നു. മഴയുള്ള രാത്രികളിൽ നീ കൂടുതൽ ബ്യൂട്ടിഫുൾ ആകും മേഘ്ന. ദേവ് അവളുടെ ഇടുപ്പിലൂടെ കൈകൾ ചുറ്റി തന്നിലേക്ക് വലിച്ചടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അത് നിന്റെ നോട്ടത്തിൻ്റെ കുഴപ്പമാണ് ദേവ്. മേഘന കള്ളച്ചിരിയോടെ അവൻ്റെ കുർത്തയുടെ കോളറിൽ വിരലുകൾ കൊണ്ട് പതുക്കെ പിടിച്ചു വലിച്ചു. ദേവ് പതുക്കെ അവളുടെ മുഖത്തേക്ക് അടുത്തു. അവൻ തൻ്റെ പരുക്കൻ വിരലുകൾ കൊണ്ട് അവളുടെ നനഞ്ഞ മുടിയിഴകൾ പതുക്കെ പുറകോട്ടൊതുക്കി. അവൻ്റെ വിരലുകൾ അവളുടെ കഴുത്തിലും തോളിലും പതുക്കെ ചലിക്കാൻ തുടങ്ങിയപ്പോൾ മേഘനയുടെ ശരീരത്തിലൂടെ ഒരു മധുരമുള്ള വിറയൽ പാഞ്ഞുപോയി. അവൾ പതുക്കെ കണ്ണുകളടച്ച് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. റയാനുമായി മുൻപുണ്ടായ ശാരീരിക ബന്ധങ്ങൾ ഓരോന്നും ഓർക്കുമ്പോൾ മേഘനയുടെ മനസ്സിൽ കടുത്ത വേദനയും വലിഞ്ഞു മുറുകലും മാത്രമായിരുന്നു. അവിടെ അവളുടെ ആഗ്രഹങ്ങൾക്ക് യാതൊരു വിലയും ഉണ്ടായിരുന്നില്ല. എന്നാൽ ദേവിൻ്റെ ഓരോ സ്പർശവും അത്രമേൽ ആർദ്രവും കാത്തിരിപ്പോടെയുള്ളതുമായിരുന്നു. അവൻ അവളെ ഒരു പുഷ്പം പോലെയാണ് കൈകാര്യം ചെയ്തത്. ദേവ് പതുക്കെ അവളുടെ കവിളിൽ നിന്നും ചൂണ്ടുകളിലേക്ക് ചുംബനങ്ങൾ പടർത്തി. അതീവ തീവ്രവും ദീർഘവുമായ ഒരു ചുംബനം. മേഘന തൻ്റെ കൈകൾ ദേവിൻ്റെ കഴുത്തിലൂടെ ചുറ്റി അവനെ തന്നിലേക്ക് കൂടുതൽ അമർത്തി. അവൾ ദേവിലേക്ക് പൂർണ്ണമായും മലിയുകയായിരുന്നു. അവൾ പതുക്കെ ദേവിൻ്റെ കുർത്തയുടെ ബട്ടണുകൾ ഓരോന്നായി അഴിച്ചു മാറ്റി. അവൻ്റെ നഗ്നമായ നെഞ്ചിലേക്ക് തൻ്റെ വിരലുകൾ ആഴ്ത്തി. ദേവ് അവളുടെ ആവേശത്തിൽ പങ്കുചേർന്നുകൊണ്ട് അവളെ പതുക്കെ എടുത്ത് ബെഡ്റൂമിലേക്ക് നടന്നു. കട്ടിലേക്ക് അവളെ കെടുത്തുമ്പോൾ ആ വെളുത്ത വിരിപ്പുകൾക്ക് മുകളിൽ അവരുടെ പ്രണയത്തിൻ്റെ ഒരു പുതിയ കാവ്യം ജനിക്കുകയായിരുന്നു. ദേവ് പതുക്കെ അവളുടെ വസ്ത്രങ്ങൾ ഓരോന്നായി അഴിച്ചു മാറ്റി. മുറിയിലെ നേർത്ത വെളിച്ചത്തിൽ മേഘനയുടെ നഗ്നമായ ശരീരം പ്രണയത്തിൻ്റെ ലഹരിയിൽ തിളങ്ങി. ദേവ് അവളുടെ ശരീരത്തിലെ ഓരോ ഇഞ്ചും തൻ്റെ ചുംബനങ്ങൾ കൊണ്ട് മൂടി. അവളുടെ കഴുത്തിലും ഇടുപ്പിലും പടർന്ന അവൻ്റെ അധരങ്ങൾ അവൾക്കൊരു പുതിയ സുഖാനുഭൂതി സമ്മാനിച്ചു. ഇത്തവണ മേഘന വെറുമൊരു കാഴ്ചക്കാരിയായിരുന്നില്ല. അവളും ദേവിലേക്ക് പടരുകയായിരുന്നു. അവൾ അവൻ്റെ പുറകിൽ തൻ്റെ നഖങ്ങൾ ആഴ്ത്തി. അവനെ തന്നിലേക്ക് കൂടുതൽ മുറുക്കി ചേർത്ത് പിടിച്ചു. അവളുടെ ശ്വാസഗതികൾ ഒരേ താളത്തിലായി. പരസ്പരമുള്ള സ്നേഹവും കടുത്ത കാമവും ഒത്തുചേർന്ന ആ നിമിഷങ്ങളിൽ അവർ രണ്ടുപേരും ഒരുപോലെ ശാരീരിക ബന്ധത്തിൽ പങ്കാളികളായി. അത് കേവലം മൃഗീയമായ കാമമായിരുന്നില്ല. 2 ശരീരങ്ങൾ ഒരേ ആഗ്രഹത്തോടെ ഒരേ സംതൃപ്തിയോടെ പ്രണയത്തിൻ്റെ പരകോടിയിൽ ഒന്നാകുന്ന കാഴ്ചയായിരുന്നു. അവർ രണ്ടുപേർക്കും ആ രാത്രി പൂർണ്ണമായും തൃപ്തിയും ആനന്ദവും സമാധാനവും നൽകി. മണിക്കൂറുകളോളം അവർ ആ അനുരാഗക്കടലിൽ നീന്തി തുടിച്ചു. ഒടുവിൽ പരസ്പരം കെട്ടിപ്പിടിച്ച് സന്തുഷ്ടരായി ഉറക്കത്തിലേക്ക് വീണു. വർഷങ്ങൾ വളരെ വേഗത്തിൽ കടന്നുപോയി. മേഘനയുടെയും ദേവിൻ്റെയും ജീവിതം ഇപ്പോൾ തികച്ചും പൂർണ്ണമായിരുന്നു. കഫേയും ബോട്ടിക്കും നഗരത്തിലെ വലിയൊരു ബ്രാൻഡഡായി മാറിക്കഴിഞ്ഞിരുന്നു.
എങ്കിലും അവർ പരസ്പരം നൽകുന്ന സമയത്തിന് യാതൊരു കുറവും വരുത്തിയിരുന്നില്ല. ഒരു സുന്ദരമായ വൈകുന്നേരം അവർ വീണ്ടും ആ പഴയ അപ്പാർട്ട്മെന്റിൽ ടെറസിൽ വന്നു നിന്നു. ഒരിക്കൽ മേഘ്ന റയാനെ ആദ്യമായി കണ്ടുമുട്ടിയ ഭയത്തിൻ്റെ തുടക്കമായ അതേ ടെറസ്. എന്നാൽ ഇന്ന് അവൾ ഒറ്റയ്ക്കായിരുന്നില്ല. അവളുടെ കൈകൾ കോർത്തു പിടിച്ച് ദേവ് കൂടെ ഉണ്ടായിരുന്നു. ഒപ്പം അവരുടെ 3 വയസ്സുള്ള മകൾ നന്ദനയും അവിടെ ചിത്രശലഭങ്ങളെ പോലെ ഓടി നടക്കുന്നുണ്ടായിരുന്നു. ദേവ് മേഘ്നയെ പുറകിലൂടെ വന്ന് കെട്ടിപ്പിടിച്ചു. അവളുടെ വയറിന് മുകളിലൂടെ അവൻ കൈകൾ ചുറ്റി. മേഘ്ന പതുക്കെ തലതിരിച്ച് അവൻ്റെ കവിളിൽ ഉമ്മ വെച്ചു. മേഘ്ന, ഓർക്കുന്നുണ്ടോ ഈ സ്ഥലം? ദേവ് ദൂരേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഉണ്ട് ദേവ്, എൻ്റെ ജീവിതത്തിലെ കറുത്ത രാത്രികൾക്ക് തുടക്കം കുറിച്ച ഇടമാണിത്. പക്ഷേ ഇന്ന് ഈ സ്ഥലത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് ഭയമില്ല. കാരണം എൻ്റെ കൂടെ നീയുണ്ട്. പ്രണയമെന്ന് പറഞ്ഞാൽ ഭയപ്പെടുത്തുന്നതല്ല, മറിച്ച് കൂടെയുള്ളവർക്ക് ജീവിക്കാനുള്ള ധൈര്യം നൽകലാണെന്ന് എനിക്ക് പഠിപ്പിച്ചു തന്നത് നീയാണ്. മേഘ്ന അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഡാർക്ക് റോസ് എന്ന് പറഞ്ഞിട്ടുള്ള റൊമാൻറ്റിക് സ്റ്റോറി ഇവിടെ അവസാനിക്കുകയാണ്. ഇത് ലാസ്റ്റ് പാർട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത നല്ല ഡീപ്പ് റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു സ്റ്റോറിയായിട്ട് 2 ദിവസത്തിനുള്ളിൽ ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള സപ്പോർട്ട് ആ സ്റ്റോറിക്കും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.